അപ്പൊ എങ്ങനെയാ വീണ്ടും ജിമ്മിലൊക്കെ ഒന്ന് പോയി തുടങ്ങല്ലേ? പ്രഗ്നൻസിയും ഡെലിവറി ഒക്കെ ആയി ഞാൻ ഒരു 10-12 കിലോ കൂടി. വെയിറ്റ് കൂടിയതല്ല ഇവിടുത്തെ പ്രശ്നം. നിലത്തിരുന്ന് സപ്പോർട്ടൊന്നും ഇല്ലാതെ എണീക്കുമ്പോ ഹാവൂ നുള്ളുന്നൊരു വിളി, പിന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ചെറിയൊരു കിതപ്പ്. ഇതൊന്നും അത്ര നല്ല ലക്ഷണങ്ങളല്ലല്ലോ. അങ്ങനെ മുന്നത്തെ പോലെ മടിയൊക്കെ മാറ്റി വെച്ച് വർക്കൗട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്തവണ അങ്ങനെ വെറും ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ ഉദ്ദേശം. ചെറുതായി ഒരു വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ലൊന്ന് ഫിസിക്കലി ഫിറ്റ് ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. യുവി ബോയ് വളർന്നു വലുതായി വരുമ്പോ കുറച്ച് അവന്റെ ഒപ്പം ഒന്ന് ഓടിക്കളിക്കാനും അവനൊന്ന് എടുത്തു വെക്കാനും ഒക്കെ പറ്റണ്ടേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജിം ഇത്ര സീരിയസ് ആയി കാണുന്നു വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ചാലഞ്ചസ് ഒക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും നല്ല തണുപ്പുള്ള ഒരു സൺഡേ ആയിട്ട് മടി പിടിച്ച് വീട്ടിലിരുന്നില്ലല്ലോ എന്ന് സന്തോഷിക്കാം. ഞാൻ കലാവിരുതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോക്ക് യുവിക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. യുവി ബോയിനെ എടുത്തുറക്കുന്ന ശീലം നമ്മൾ മെല്ലെ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ ചെറുതായി സ്വാഡിലൊക്കെ ചെയ്ത് ചെറിയൊരു പാട്ടൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം കിടന്ന് ഉറങ്ങിക്കോളും. ഒരു പകുതി ഉറക്കായി കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം പുറത്തു വന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ മുഴുവൻ ഉറങ്ങിയെന്ന് ഉറപ്പായ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രീനായി നമ്മൾ താഴെ പോകും. നമുക്ക് പണികൾ തുടങ്ങണ്ടേ. ഇന്നത്തെ നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത് മീൽ പ്രപ്പിംഗ് ആണ്. അടുത്ത 5 വർക്കിംഗ് ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഏകദേശം കുറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഇത് 5 ദിവസം കുക്ക് ചെയ്യാനുള്ള മടിയോണ്ടല്ല കേട്ടോ. ഒരു ദിവസം ഒരുപാട് കാര്യം ചെയ്യാൻ വരുമ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി സമയം കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടി സമയം കണ്ടുപിടിച്ചാലോ? നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ രണ്ടുപേരുടെയും ജിമ്മ്, പിന്നെ യുവിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം, നമ്മൾ പുറത്തു പോകുന്ന ചെറിയ ചെറിയ ഔട്ടിങ്, ഇതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടാതിരിക്കും. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനായിട്ടാണ് നമുക്ക് മീൽ പ്രപ്പിംഗ് തോന്നിയിട്ടുള്ളത്. പിന്നെ മീൽ പ്രപ്പിംഗ് പലരും വിചാരിക്കുന്ന പോലെ ഒരു അൺഹെൽത്തി ഓപ്ഷനൊന്നും അല്ല കേട്ടോ. മീൽ പ്രപ്പിംഗ് ഒരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അങ്ങനെ വർക്കൗട്ടും ഒരു നീണ്ട കുക്കിംഗ് സെഷനും കൂടെ കഴിഞ്ഞ് ചൂടുവെള്ളത്തിലൊരു കുളിയും കൂടെ കുളിച്ചപ്പോൾ ക്ഷീണം എവിടുന്നൊക്കെയാ വന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ അടുത്ത ആഴ്ചയിലോട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ ഒന്നിനുള്ള ത്രാണി ഇന്നിനില്ല. അപ്പൊ ശുഭം, എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ.